തിരുവനന്തപുരം കിഴക്കേല ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധ. സ്കൂളിൽ നിന്നും ഭക്ഷണം കഴിച്ച 30 കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും. 3 കുട്ടികൾ പാരിപ്പള്ളി ESI ആശുപത്രിയിൽ ചികിത്സയിൽ. മീര മനോഹരനുണ്ട് വിവരങ്ങളുമായി. മീര, ഗുരുതരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കുട്ടികളുടെ ആരോഗ്യനില സംബന്ധിച്ച് ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്, ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം തന്നെ നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലെ കിഴക്കേല ഗവൺമെന്റ് LPS സ്കൂളിലാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുട്ടികൾ സ്കൂളിൽ നിന്നും ഫ്രൈഡ് റൈസും ചിക്കനുമാണ് കഴിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കഴിച്ച കുട്ടികളിൽ നിന്ന് 30 കുട്ടികളാണ് ഈ വയറിളക്കവും ഛർദിയും ബാധിച്ച് ചികിത്സ തേടിയത്. അതിൽ 3 പേർ ഇപ്പോഴും പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഈ കുട്ടികളുടെ നില ഗുരുതരമല്ല. എന്നാലും ഈ സ്കൂളിൽ നിന്ന് കഴിച്ച ഒരു ഭക്ഷണത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഭക്ഷ്യവിഷബാധ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. 250ഓളം കുട്ടികളാണ് ആ സ്കൂളിൽ ഉണ്ടായിരുന്നത്. ഇവരൊക്കെയും ആ ഭക്ഷണം തന്നെയാണ് കഴിച്ചത്. എന്നാൽ ഈ 30 കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സ്കൂളിന്റെ അടുക്കളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. ഈ ചിക്കൻ വിതരണം ചെയ്ത കടയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പരിശോധന പുരോഗമിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉൾപ്പെടെ അവിടെ പരിശോധന നടത്തും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കുട്ടികളുടെ നിലവിൽ ചികിത്സയിലുള്ള 3 കുട്ടികളുടെ നില ഗുരുതരമല്ല. മറ്റു കുട്ടികൾ ചികിത്സ തേടിയതിനു ശേഷം വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അഖില, മീര, ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന്, അധ്യാപകരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണം ലഭിക്കുന്നുണ്ടോ? അഖില, ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഒരു പിഴവ് അല്ലെങ്കിൽ വീഴ്ച വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന ഇടത്തായാലും അടുക്കളയിലായാലും എല്ലാം വൃത്തിയോടുകൂടിയാണ് ഉണ്ടായിരുന്നത്. ഒപ്പം ഈ ഉണ്ടാക്കുന്ന സമയത്തും അതീവ വൃത്തിയോടുകൂടി തന്നെയാണ് എല്ലാം ചെയ്തത് എന്നാണ് സ്കൂൾ അധികൃതരുടെ പ്രതികരണം. പിന്നീട് അതിലുള്ള ഒരു സാധ്യത ഈ ചിക്കൻ വാങ്ങിയ കടയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് പഴകിയ മാംസമാണോ എന്ന തരത്തിലുള്ള സാധ്യതയാണ് പിന്നീടുള്ളത്. ആ സാധ്യത കൃത്യമായി തന്നെ പരിശോധിക്കും. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉൾപ്പെടെ ആ കടകളിൽ പരിശോധന നടത്തുമെന്നുള്ള വിവരം കൂടി സ്കൂൾ അധികൃതർ ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. അഖില, മീര തുടരുക. ഇപ്പോൾ ഒരു പ്രതികരണം വരുന്നുണ്ട്, അതിലേക്ക്. 10-20ഓളം കുട്ടികളാണ് പെട്ടെന്ന് ലൂസ് മോഷനും ഛർദിലും ഉണ്ടായത്. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് 200-250ഓളം പേര് ഭക്ഷണം കഴിച്ചു. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയാൻ കഴിഞ്ഞില്ല. നമ്മുടെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള എല്ലാവരും സ്കൂളിലുണ്ട്. ഒരു കുട്ടി പാരിപ്പള്ളിയിൽ അഡ്മിറ്റാണ്. അല്ലാതെ പറയത്തക്ക മറ്റൊന്നും ഇല്ല. ഹെൽത്തുകാർ വന്ന് പരിശോധിച്ചിട്ടും അവർക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും ആ ചിക്കൻ കടയിലോട്ട് മെഡിക്കൽ ടീമും മീര, ഇപ്പോൾ സ്കൂളിൽ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അധ്യാപികയുടെ ഒരു പ്രതികരണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പറയുന്നത് കുട്ടികൾക്ക് ഇപ്പോൾ കുഴപ്പമില്ല എന്ന കാര്യമാണ്. പക്ഷേ ഉണ്ടായിരിക്കുന്നത് ഗുരുതര വീഴ്ച തന്നെയാണ്. കുട്ടികളാണ് അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത്, കൃത്യമായി അത് നടപ്പിലാക്കേണ്ടത്, കൃത്യമായി അവർക്ക് ഭക്ഷണം നൽകേണ്ടതെല്ലാം സ്കൂൾ അധികൃതരുടെ ചുമതല തന്നെയാണ്. അവർക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പറ്റില്ല ഒരു ചിക്കൻ കടക്കാരനെ ആരോപിച്ചതിലൂടെ. എന്തൊക്കെ വിശദാംശങ്ങളാണ് കൂടുതലായി ലഭിക്കുന്നത്? അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സ്കൂളിലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മെനുവിൽ ഉൾപ്പെടെ പരിഷ്കരണം വന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് വ്യത്യസ്തമായ വിഭവങ്ങൾ ഈ സ്കൂളിലേക്ക് എത്തിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇന്നലെ ഉൾപ്പെടെ ഫ്രൈഡ് റൈസും ചിക്കനും എന്നുള്ളൊരു വിഭവം ഈ LP സ്കൂളിലേക്ക് എത്തിയതും കുട്ടികൾ കഴിച്ചതും. 250ഓളം കുട്ടികൾ ഈ ഭക്ഷണം തന്നെയാണ് കഴിച്ചത്. പക്ഷേ അതിൽ ഈ 30 കുട്ടികൾക്കാണ് ഇത്തരത്തിൽ വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടത്. ഉടനെ തന്നെ കുട്ടികളെല്ലാം ആശുപത്രിയിൽ പോകുന്നുണ്ട്. അതിൽ 3 കുട്ടികളാണ് ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നത്. അവരുടെ ഈ ഛർദിയും വയറിളക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖം അല്ലെങ്കിൽ ആ ഒരു രോഗബാധ ഗുരുതരമല്ല എങ്കിൽ പോലും ഈ സ്കൂളുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് അസ്വാഭാവികം തന്നെയാണ്. പുതിയ മെനു ഉൾപ്പെടെ വരുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം കൂടി സ്കൂളുകൾക്കുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഇത്തരത്തിൽ കിഴക്കേല ഗവൺമെന്റ് LP സ്കൂളിൽ ഇങ്ങനൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കുറച്ച്
കുറച്ചുകൂടി പ്രാഥമികമായ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിന് ശേഷമായിരിക്കും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഉൾപ്പെടെ അന്വേഷണത്തിന് ശേഷമായിരിക്കും ഇതിന്റെ കൃത്യമായ ഉറവിടം എന്താണ്, കൃത്യമായ കാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും. എന്തായാലും ആശ്വസിക്കാനുള്ള കാര്യം ഈ കുട്ടികളുടെ നില ഗുരുതരമല്ല എന്നുള്ളതാണ്. 3 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നുണ്ടെങ്കിലും ആ കുട്ടികളുടെ നില ഗുരുതരമല്ല. എന്തായാലും ആരോഗ്യ വകുപ്പും ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇതിൽ പ്രതികരിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും തിരുവനന്തപുരത്തെ കിഴക്കേല LP സ്കൂളിലാണ് ഇങ്ങനൊരു സംഭവം. അഖില, മീര, ഭക്ഷണ മെനുവിൽ വലിയ മാറ്റങ്ങളായിരുന്നു ഇപ്രാവശ്യം വിദ്യാഭ്യാസ വകുപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നത്. ആ മെനു അടിസ്ഥാനത്തിൽ തന്നെയാണോ അവിടെ ഇപ്പോൾ ഈ വിഭവം പാചകം ചെയ്തിട്ടുള്ളത്? എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിശദാംശങ്ങൾ? തീർച്ചയായും സാധാരണഗതിയിൽ നിന്ന് മാറി വിഭവങ്ങളിലെ വലിയ പരിഷ്കരണമാണ് ഇത്തവണ വിദ്യാഭ്യാസ വകുപ്പ് നടത്തി വന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ ഫ്രൈഡ് റൈസും ചിക്കനും കുട്ടികൾക്കായി LP സ്കൂളിലെ കുട്ടികൾക്കായി എത്തിച്ചത്. ഈ സ്കൂളിൽ 250ഓളം കുട്ടികൾ പഠിക്കുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ നിന്ന് 30 പേർക്കാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധങ്ങളായ ഭക്ഷ്യ മെനുവുമായി ബന്ധപ്പെട്ടുള്ള റീലുകളും കാര്യങ്ങളും ഒക്കെ കാണുന്നതാണ്. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത കൂടി വരുന്നത്. കൂടുതൽ നല്ല ഭക്ഷണം അല്ലെങ്കിൽ മികച്ച ഭക്ഷണം കുട്ടികളിലേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ട കാര്യത്തിൽ കൂടി വിദ്യാഭ്യാസ വകുപ്പോ ആരോഗ്യ വകുപ്പും ശ്രദ്ധ പുലർത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും തിരുവനന്തപുരം കിഴക്കേല ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. സ്കൂളിൽ നിന്നും ഭക്ഷണം കഴിച്ച് 30 കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടു. 3 കുട്ടികൾ പാരിപ്പള്ളി ESI ആശുപത്രിയിൽ ചികിത്സയിലാണ്. മീര മനോഹരനാണ് വിവരങ്ങൾ നൽകിയത്.